പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇന്ന് സംഭവിച്ചു. ഇനി അത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു ട്രോമയായിട്ട് കിടക്കും. എങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കായതുകൊണ്ട് തന്നെ ഞാനൊരു സാമ്പാർ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്, ഇന്നും കുറേ സംഭവിച്ചു. പക്ഷെ ഇതൊരു വല്ലാത്ത ജാതി ട്രോമ പോലെ ആയിപ്പോയി. സാമ്പാർ തിരക്കുടിച്ചുണ്ടാക്കി, സൂപ്പർ സാമ്പാർ മല്ലിയിലൊക്കെ ഇട്ടുണ്ടാക്കി. ഇതേ കണ്ടില്ലേ, സാമ്പാർ ഇത് ഇവിടെയുണ്ട്. അടിപൊളി സാമ്പാർ, നല്ല കുറുകുറുയായിട്ടുള്ള സാമ്പാർ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് പിടിച്ചുണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരു സാധനം മാറിപ്പോയി. എന്താണെന്നറിയുമോ? സാമ്പാർ പൊടിക്ക് പകരം ഞാൻ സാമ്പാറിൽ ചിക്കൻ മസാല ഇട്ടു. അതായത് ഞാൻ ഇവിടെയാണ് പൊതുവെ സാമ്പാർ പൊടി വയ്ക്കാറ്, പക്ഷെ ഇന്ന് ചിക്കൻ മസാലയായിരുന്നു. തിരക്ക് പിടിച്ചുണ്ടാക്കിയപ്പോൾ മാറിപ്പോയി. സാമ്പാർ പൊടി ഇതേ ഉള്ളിലുമായിപ്പോയി. സാമ്പാർ പൊടിയും ചിക്കൻ മസാലയും കൂടി മാറിപ്പോയി. രണ്ടും പച്ച. തിരക്ക് പിടിച്ചുണ്ടാക്കിയതിൻ്റെ പേരിൽ അത് സംഭവിച്ചു. അപ്പോൾ സാമ്പാർ കഴിച്ചു കഴിഞ്ഞാൽ എന്തോ പോലെയാണ്. പുളിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കാനിരുന്നപ്പോഴാണ് ഇതിനെന്തോ ഒരു വശപശ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു പരിപാടി വന്നേ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓടിയൊരു ഓട്ടമുണ്ട്. പിന്നെ അങ്ങോട്ട് പച്ചവെള്ളം പോലെയായിരുന്നു പലതും പോയത്. ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതുപോലെ അങ്ങോട്ട് കിടക്കും. ആരും സാമ്പാർ പൊടിക്ക് പകരം വേറെ ഒന്നും ഇട്ടുണ്ടാക്കരുത്. വിചാരിക്കുന്ന ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല, അത്ര മോശമായിരിക്കും. ഇപ്പം ഞാൻ പുറത്ത് പോകാമെന്ന് വെച്ചിട്ട് ഒരു 2 സവോളയും കുറച്ച് മുളകും കൂട്ടി കുഴച്ചത് ഒരു ചമ്മന്തി ഇവിടെ ഉണ്ടാക്കിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങോട്ട് കഴിച്ചിട്ട് ഇനി പുറത്ത് പോകാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നാളെ ബാക്കി പരിപാടികളൊക്കെ. ഇപ്പോഴാണെങ്കിൽ വയറിൻ്റെ കാര്യം തീരുമാനമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പം ശരി, നിങ്ങളോടും കൂടി പറയാമെന്ന് വെച്ചു. ശ്രദ്ധിച്ച് പാചകം ചെയ്യുക. ഓക്കെ, ബൈ. ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യജീവി പോലും ഇല്ല. ഈ കാണുന്നൊരു വലിയ ഒരു ഏരിയയാണ് റീനക് എന്ന് പറയുന്നത്. ഞാൻ റീനക്കിൻ്റെ മെയിൻ സെൻറ്ററിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് കയറി ചെല്ലുന്നത് റീനക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്കാണ്. അവിടെ ഒരു പള്ളി പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. അതല്ലാതെ വേറെ പരിപാടികളൊന്നും അവിടെ ഇല്ല. ഞാൻ പള്ളി എന്തായാലും നിങ്ങൾ കാണിച്ചു തരും. ആൾക്കാരുള്ള സമയത്ത് അത്രയും വൃത്തിക്ക് കിട്ടി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ കാണുന്നതാണ് റീനക്കിലുള്ള മെയിൻ പള്ളി എന്ന് പറയുന്നത്. ഇതിന് ചുറ്റും നമുക്ക് കറങ്ങാൻ പറ്റും, പക്ഷേ ഇപ്പം ഞാൻ കറങ്ങണില്ല. കാരണം 12 മിനിറ്റിൽ എൻ്റെ ബസ് വരും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം എനിക്ക് ബസ്സുള്ളിടത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ ബസ്സുള്ള റൂട്ടിലേക്ക് പോവുകയാണ്. ഒരു മനുഷ്യജീവി പോലും ഇല്ല, കാരണം തിങ്കളാഴ്ചയാണ്. സോ വി ആർ ഗോയിങ് ഡയറക്റ്റ്ലി ടു അവർ ബസ് സ്റ്റോപ്പ്. 3:30 സമയം. ഇതേ സാധനം വെള്ളിയാഴ്ച ആണെങ്കിൽ നിറച്ച ആൾക്കാരായിരിക്കും, കാരണം അത് വീക്കെൻഡാണ്. ഇപ്പം ഞാൻ നടക്കുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വീക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും കിടന്നുറങ്ങും. കാരണം ഇനി അവർക്ക് ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഒക്കെ കിടന്ന് പണിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യജീവി പോലും ഇല്ല. ഇങ്ങനത്തെ ഒരു അവസരം പിന്നെ വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ കാണിക്കുന്നത്. ഇത്ര മനോഹരമായിരിക്കും. യൂറോപ്പിലെ ഏതൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയാലും അവിടുത്തെ സെൻറ്റർ ഇത്രയും വെളിച്ചം എല്ലായിടത്തും കാണും. പക്ഷേ കടകളൊന്നും ഓപ്പൺ ആയിരിക്കില്ല. പക്ഷേ ഇതേ സാധനം വെള്ളിയാഴ്ച ആണെങ്കിൽ കടകളൊക്കെ ഓപ്പൺ ആയിരിക്കും. പിന്നെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഊബർ അഥവാ ബോൾട്ടാണ്. പക്ഷേ ഇത് അതല്ല, ഐ ടാക്സി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ജനറലായിട്ടുള്ള ഊബർ എന്ന് പറഞ്ഞു എന്ന് മാത്രം. എനിക്കാണെങ്കിൽ എത്രയും വേഗം വീട്ടിൽ പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 9 മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട്. ഇപ്പം സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ബസ് ഒരു 10 മിനിറ്റിലുണ്ട്. അപ്പോൾ എത്രയും വേഗം ബസ് പിടിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ പോകും, നമ്മൾ ബസ്സും പിടിക്കും. അതങ്ങനെയാണ്, ഓടിയായാലും പിടിക്കും. കാരണം ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ് വരുന്നത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. പരീക്ഷേൻ്റെ ചിലവും പരീക്ഷ പാസ്സായതിൻ്റെ ചിലവും എല്ലാ പരിപാടിയും തീർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. എന്തായാലും നമുക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. എന്തെങ്കിലും ആവട്ടെ, എന്തും ആവട്ടെ, എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് എൻ്റെ കണ്ണൊക്കെ അടഞ്ഞു പോകണം. നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന പോലെ കാണുന്നുണ്ടോ? അതന്നെ സംഭവം. ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരും കൂടി നിർബന്ധിച്ച് അങ്ങോട്ട് ചോദിച്ചു, ചിലവ് താടാന്ന്. പിന്നെ നമുക്കൊരു പരിധി വിട്ടിട്ട് നമുക്ക് ചിലവ് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് ഇന്ന് നമ്മൾ എല്ലാവർക്കും വേണ്ടി ചിലവ് ചെയ്തു. യൂറോപ്പിലെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മളെല്ലാവർക്കും വെള്ളം മേടിച്ചു കൊടുക്കുക. ഞാൻ എല്ലാവർക്കും ഒരു ബിയർ മേടിച്ചു കൊടുത്തു. സന്തോഷം, എല്ലാവർക്കും സന്തോഷം. എല്ലാവരും ആവശ്യത്തിന് ഡാൻസ് കളിച്ചു, എല്ലാവരും വീട്ടിൽ പോയി. ഞാൻ കുടിച്ചില്ല, ബിയർ കുടിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ബിയർ കുടിച്ചില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ് കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വീട് പിടിക്കാൻ നോക്കണം. കാരണം എനിക്ക് ഇവിടെ നിന്നൊരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. ആ ബസ് എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോണ ഹാപ്പൻ. ഈശ്വര, ബസ് കിട്ടുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇന്നൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ കുഞ്ഞു പോലും കാണില്ല. കണ്ടില്ലേ, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഈ സ്ട്രീറ്റിൽ കാണില്ല. കാരണം വീക്ക് സ്റ്റാർട്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നോബഡി വിൽ ബി ദർ. സോ ഇറ്റ്സ് ജസ്റ്റ് മീ ഇൻ ദിസ് ഫുൾ. അയാൾ നമുക്ക് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് കൂട്ടാം. ഈ വീക്ക് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ കാണുള്ളൂ, വേറെ ആരും നിങ്ങൾ കൂട്ടണ്ട. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് കുറച്ചും കൂടി സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം ചാടുന്ന സാധനം കുറച്ചും കൂടി ഹൈറ്റ് ചാടും കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഇപ്പം ഇത്രയും ചെറുതായിട്ട് ചാടുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ വെളുപ്പിന് 3 മണിയുടെ ആവാനാണ് സാധ്യത. ഒരു വണ്ടി പോലും ഇല്ലാത്ത സെൻറ്ററാണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത. കാരണം നിങ്ങൾ ഏതേലും വണ്ടി കാണുന്നുണ്ടോ? ഞാനൊന്നും കാണുന്നില്ല. ഇവിടെ പച്ച സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ട്രാം എൻ്റെ സിറ്റിയിൽ 11:30 ശേഷം ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ട്രാം സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് ഒരു കാര്യവുമില്ല. സോ ഐ ആം ഗോയിങ് ഡയറക്ട്ലി ടു ദ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ഒരു കാറുണ്ട് കേട്ടോ, ദേ പോണു ഒരു കാറ്. എന്തോ ആരുടെയോ ഭാഗ്യം, ഒരു കാറുണ്ട് നിങ്ങളുടെ ഭാഗ്യം. പുള്ളി മിക്കതും വല്ല ഊബറോ അല്ലെങ്കിൽ ബോൾട്ടോ ഡ്രൈവറോ ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഫോർ മീ. സോ അതർ ദാൻ ദാറ്റ് ദെയർ ഈസ് നോ വൺ. ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ടിക്കറ്റ് എങ്ങനെ എടുക്കും. ഇഫ് സപ്പോസ് നമുക്ക് 1 മാസത്തെ ടിക്കറ്റ് ഇല്ല എന്നുള്ള കേസിലാണെങ്കിൽ നമുക്കിത് ഇങ്ങനത്തെ ഒരു സംഭവം എല്ലാ ട്രാം സ്റ്റോപ്പിലും കാണും. നോട്ട് ഓൾ ബട്ട് ഓൾമോസ്റ്റ് ഓൾ ദ മെയിൻ ട്രാം സ്റ്റോപ്പ് വി ഹാവ് സച്ച് തിങ് വെയർ വി ക്യാൻ ടേക്ക് ദ ടിക്കറ്റ്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് അഥവാ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. കാർഡ് മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാമിൽ നിന്ന് എടുക്കാം. ഓർ നോട്ട്, ഇഫ് നോട്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. അതായത് നിങ്ങളുടെ ലിക്വിഡ് ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നിന്ന് എടുക്കാം. ഈശ്വര, തിങ്കളാഴ്ച കൂട്ടർക്ക് പാർട്ടി നടത്തിയത് ഞാൻ മാത്രമായിരിക്കും. എൻ്റെ പച്ച കടന്ന് മിന്നിക്കൊണ്ടിരിക്കണു. ഞാൻ പോട്ടെ, എന്തായാലും ഞാൻ മാത്രം. കാരണം എന്തുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച ഈ പരിപാടി നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എനിക്ക് പരിപാടി നടത്താൻ പറ്റില്ല. കാരണം ഈ വരുന്ന എല്ലാവന്മാരും എനിക്ക് ശനിയാഴ്ച ആവശ്യമുണ്ട്, ഞായറാഴ്ച ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിങ്കളാഴ്ച ചൂസ് ചെയ്തത്. ഐ തിങ്ക് തിങ്കളാഴ്ച ഈസ് നോട്ട് എ ബാഡ് ഓപ്ഷൻ. നിങ്ങൾ പറ, തിങ്കളാഴ്ച ഞാൻ ഈ പരിപാടി നടത്തിയത് മോശമാണോ അല്ലയോ എന്ന്. കാരണം ഇവിടെ ഒരു മനുഷ്യജീവി പോലും ഇല്ല, ജസ്റ്റ് മീ. എൻ്റെ ബസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബസ്സുകളിൽ 253 ലെറ്റ്സ് സീ വെൻ മൈ ബസ് ഈസ് ഗോണ കം. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ 3:33 വരേണ്ടതാണ്. പക്ഷെ ഒരു ബസ്സും കാണിക്കുന്നില്ല. വന്നാൽ മതിയായിരുന്നു. കാരണം എനിക്ക് കാലത്ത് ക്ലാസ്സുണ്ട് കർത്താവേ.